നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരി BJPയുടെ അനിശ്ചിതനായ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ശേഷം ജനങ്ങൾ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ പ്രതിപക്ഷം രാഹുൽ ഗാന്ധിയൊക്കെ ഉറ്റുനോക്കിയത് എന്തെങ്കിലുമൊക്കെ വലിയ തമിഴ്നാട് മോഡൽ കടുത്ത ജനകീയ വാഗ്ദാനങ്ങൾ, പ്രഖ്യാപനങ്ങൾ ഇതൊക്കെ അങ്ങ് അടിച്ചുവിടുമെന്നാണ്. പക്ഷേ അവിടെയാണ് വിഷയം കൊണ്ട് മാറിയത്. ബംഗ്ലാദേശും പശ്ചിമ ബംഗാളും, അതായത് ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ ഏതാണ്ട് 4000 കിലോമീറ്ററാണ് അതിർത്തി. അതിൽ 2170 കിലോമീറ്ററോളം അത് നമ്മൾ ഇന്ത്യ പഴുതടച്ച് ഫെൻസിങ് ചെയ്ത് കഴിഞ്ഞു. ഈ മൊത്തം 4000-ൽ 2000, ഇതിൽ ഒരു 3000 കിലോമീറ്റർ, ഇതിലൊരു 2100 കിലോമീറ്റർ പശ്ചിമ ബംഗാളിലാണ്. ബംഗ്ലാദേശും പശ്ചിമ ബംഗാളും തമ്മിൽ 2000, അതിൽ മിച്ചമുള്ളത് ഒരു 600ഓളം തന്ത്രപ്രധാനമായ ഒരു കേന്ദ്രം. അവിടെ 600 കിലോമീറ്റർ ഫെൻസിങ് ഇനിയും ചെയ്യാനുണ്ട്. അതിന് തടസ്സമാരാണെന്ന് അറിയാമോ? മമതാ ബാനർജി. ഒരു കാരണവശാലും മമത ഈ സ്ഥലം BSFന് വിട്ടുകൊടുക്കില്ല. BSFനാണ് അതിർത്തിയുടെ ചുമതല. അങ്ങനെ ഒടുവിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൽക്കട്ട ഹൈക്കോടതിയെ ആശ്രയിക്കേണ്ടി വന്നു. അപ്പോൾ ഒടുവിൽ ഹൈക്കോടതി പറഞ്ഞ് എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടുകൊടുത്തില്ല. ഇപ്പോൾ ഇതാ സുവേന്ദു അധികാരി അധികാരമേറ്റ് സുപ്രീം കോടതി പോയിരുന്നു. അതെ, സുപ്രീം കോടതി പോയി. ഇപ്പോഴിതാ സുവേന്ദു അധികാരി അധികാരമേറ്റ് ഇപ്പോൾ ഏറ്റവും ആദ്യത്തെ പ്രഖ്യാപനം 45 ദിവസത്തിനകം ഈ 600 കിലോമീറ്റർ ഭൂമിയും അതിർത്തിയും ഫെൻസിങ് ചെയ്യാനായിട്ട് BSFന് വിട്ടുകൊടുക്കും. അങ്ങനെ അവർ തയ്യാറാണ്. സ്ഥലം കൈമാറി. അതെ, ആദ്യത്തെ ഉത്തരവ്. അതായത് അധികാരമേറ്റ് 1 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം ഒപ്പുവെച്ച ആദ്യത്തെ ഉത്തരവ് നമ്മൾ മുമ്പ് ഒരു ചർച്ചയിൽ ഇത് പറഞ്ഞതാണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ അതിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ദേശീയ മാധ്യമങ്ങൾ വളരെ ഉത്സാഹത്തോടു കൂടി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് മമത ഈ ഭൂമി വിട്ടുകൊടുക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് മമത കേന്ദ്രത്തിലെ BJP സർക്കാരിനോട് ഇത്രയേറെ വൈരനിര്യാതന ബുദ്ധിയോടെ, വൈരാഗ്യത്തോടെ, പകയോടെ ഇങ്ങനെ ഏറ്റുമുട്ടിയത്? അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾക്ക് ഇപ്പം ഉത്തരം കിട്ടുകയാണ്. ശരിക്കും മമതയുടെ ഉപജീവന മാർഗം മുട്ടിപ്പോയി എന്ന് മാത്രമല്ല, ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഈ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. അതായത് 600 കിലോമീറ്റർ ദൂരത്താണ് ഫെൻസിങ് ഇനി ചെയ്യേണ്ടത്. ആ 600 കിലോമീറ്റർ ഒരു കാരണവശാലും മമത കൈമാറുന്നില്ല. ഭൂമി സംസ്ഥാന സർക്കാരാണ് ഏറ്റെടുത്ത്, സംസ്ഥാന സർക്കാരിൻ്റെ ഭൂമിയാണ്, സംസ്ഥാന സർക്കാരിനാണ് അതിന് ഉത്തരവാദിത്വം, സർക്കാരാണ് അത് ഏറ്റെടുത്ത് കേന്ദ്രത്തിന്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കിവിടെ ഒരു പുതിയ റെയിൽവേ ലൈൻ വരുന്നു. ഭൂമി ഏറ്റെടുത്ത് നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ്. നമുക്കറിയാം, ശബരിപാത മുടങ്ങിക്കിടക്കുന്നത് അതുകൊണ്ടാണല്ലോ. ഇത് അതിർത്തിയാണ്. ഇത് മറ്റൊരു വിഷയം. അതായത് അവിടെ റെയിൽവേ ലൈനാണ് വരേണ്ടതെങ്കിൽ ഇത് ഫെൻസിങ് ആണ് ആവശ്യം. അതും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി വളരെ ടെൻഷനുള്ള ഒരു സ്ഥലം. അവിടെയാണ് ഈ ഫെൻസിങ്ങിന് അനുവദിക്കാതെ മമത ഇങ്ങനെ വെച്ച് കളിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ 15 വർഷമായിട്ട്. മമത മാത്രമല്ല, CPM ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് കോൺഗ്രസും ഈ അതിർത്തി അടയ്ക്കാനുള്ള പല വഴികൾ ആലോചിച്ചിരുന്നു. അന്നത്തെ കോൺഗ്രസ് സർക്കാരുകൾക്ക് രാജ്യത്തിനോട് കുറെ കൂടെ കൂറും പ്രതിബദ്ധതയും ഉണ്ടായിരുന്നു. ഇന്നത്തെ രാഹുൽ ഗാന്ധിയെപ്പോലെ രാജ്യവിരുദ്ധമായ മനോഭാവത്തോടുകൂടി പെരുമാറുന്നവരെ സഹായിക്കുന്ന നിലപാടല്ലായിരുന്നു അന്ന് കോൺഗ്രസ്സിനുണ്ടായിരുന്നത്. കോൺഗ്രസ് വളരെ ശക്തമായിട്ട് തന്നെ പല കാര്യങ്ങളിലും ഈ രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ കോൺഗ്രസ് അങ്ങ് വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല ഒരു കാലത്ത്. പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയൊക്കെ ഭരിക്കുന്ന കാലത്ത് നമുക്കറിയാം, അവർക്ക് ചില അബദ്ധങ്ങളൊക്കെ പറ്റിയെങ്കിലും അവർ ഈ കാര്യത്തിൽ അവർ തികഞ്ഞ ശ്രദ്ധ കാണിച്ചിരുന്നു. ഇപ്പോൾ ഈ സുപ്രീം കോടതി മമതയെ ഈ അടുത്തിടെയാണ് ക്രിമിനൽ മുഖ്യമന്ത്രി എന്ന് വിളിച്ചത്. ക്രിമിനൽ മനസ്സുണ്ട്, നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ക്രിമിനൽ മനസ്സുണ്ടോ എന്നാണ് കോടതി ചോദിച്ചത്. അതെ, അപ്പോൾ ഇപ്പോഴാണ് അതിന്റെ വ്യാപ്തി മനസ്സിലാകുന്നത്. അതായത് പശ്ചിമ ബംഗാളിൽ CPMൽ നിന്നും 34 വർഷത്തെ CPM ഭരണത്തിൽ നിന്നും ആ ഭരണം പിടിച്ചെടുത്ത് മമത 15 വർഷം അവിടെ ഭരിച്ചെങ്കിൽ അത് 2 മാഫിയ ടീമുകൾ തമ്മിലുള്ള രസം അതല്ല രാജേഷ് ജി. CPMൽ നിന്ന് ഭരണം പിടിച്ചത് മാത്രമല്ല, മമത തന്നെ സ്വയം ഒരു വലിയ മാഫിയ ക്വീൻ. അതാണ് പറഞ്ഞത്. അങ്ങനെയാണ് പറയുന്നത്. മുംബൈയിലൊക്കെ നമ്മൾ കേട്ടില്ല, ഒരു ഡോൺമാരുടെ കഥകൾ. ഒരു ഡോണിൽ നിന്നും ഡോണിന്റെ സാമ്രാജ്യം മറ്റൊരു ഡോൺ പിടിച്ചത്. അതുപോലെ ഈ CPM അവിടെ നടത്തിയിരുന്ന, താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ
വിധ്വംസക പ്രവർത്തനങ്ങൾ, അങ്ങനെ തന്നെ പറയണം, രാജ്യവിരുദ്ധ വിധ്വംസക പ്രവർത്തനങ്ങൾ ഒന്നടങ്കം മമത ഏറ്റെടുക്കുകയായിരുന്നു. പണമുണ്ടാക്കാൻ. അതായത് നമ്മൾ ഞെട്ടിപ്പോവും. ഈ 600 കിലോമീറ്റർ ഫെൻസിങ് നടത്താതെ ഇരുന്നത്, ആ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി തുറന്നിട്ടത് ഒരു വർഷം 1,00,000 കോടി രൂപയുടെ സമാന്തര വ്യവസായം നടത്താൻ വേണ്ടിയിട്ടാണ്, സമാന്തര ബിസിനസ് നടത്താൻ വേണ്ടി. ഈ ഇടയ്ക്കാണ് നമ്മുടെ ബംഗ്ലാദേശുമായിട്ടുള്ള തർക്കങ്ങൾ രൂക്ഷമായപ്പോൾ അഭിപ്രായ ഭിന്നതയ്ക്ക് വന്നപ്പോൾ ഇന്ത്യ റോഡ് മാർഗം, നമുക്ക് ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, റോഡ് മാർഗമുള്ള ഇന്ത്യയിലേക്കുള്ള ഈ ചരക്ക് നീക്കം ഇന്ത്യ അങ്ങ് തടഞ്ഞു. ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്കുള്ള ചരക്ക് പോകുന്നില്ല, അവിടെ ഇങ്ങോട്ടും വരുന്നില്ല. അത് തടഞ്ഞിട്ടിരിക്കുന്ന അവസ്ഥയിലും ഇവിടെ യഥേഷ്ടം, പ്രശാന്തി പറഞ്ഞതുപോലെ യഥേഷ്ടം നീക്കം നടക്കുകയാണ്. അതെ, അത് മാത്രമല്ല ഇവിടെ സംഭവിച്ചത് എന്താണെന്നും കൂടി ഞാൻ വിശദമായിട്ട് പറയാം. നമ്മൾ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. ഞാൻ ഈ സംഖ്യകളിലേക്ക് പോകുന്നില്ല, സംഖ്യകളിലേക്ക് പോയിട്ട് കാര്യമില്ല, വളരെ ചെറിയ രൂപത്തിൽ അത് പറയാം. പക്ഷേ ഈ 1,00,000 കോടി രൂപയുടെ ബിസിനസ് എന്ന് പറയുന്നത് 4 കാര്യങ്ങളിലാണ് നടന്നത്. ഒന്ന്, നമുക്കറിയാം ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഒരു പട്ടിണി രാജ്യമാണ്, അവിടെ ഒന്നുമില്ല. ഈ ഇന്ത്യ കൊടുക്കുന്ന, ഇന്ത്യയുടെ ഔദാര്യം കൊണ്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ബംഗ്ലാദേശിനെ നിലനിർത്തിയിരുന്നത്. സത്യത്തിൽ ഈ അതിർത്തി പോലും കോൺഗ്രസിൻ്റെ കാലത്തും BJPയുടെ കാലത്തും ഒക്കെ തുറന്നിട്ടത്, അവിടെ ഷെയ്ഖ് ഹസീനയൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നെ തുറന്നിട്ടത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ആൾക്കാർ ഇപ്പുറത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്ത് എന്തെങ്കിലുമൊക്കെ വരുമാനം നേടിക്കൊണ്ട് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതുമാത്രമല്ല, പലർക്കും ചികിത്സയ്ക്ക് ഇങ്ങോട്ട് വരണം, അതുപോലെ നല്ല വിദ്യാഭ്യാസത്തിന് ഇങ്ങോട്ട് വരണം. ഇതൊക്കെയായിരുന്നു ഈ നമ്മുടെ ഈ മുഹമ്മദ് യൂനസൊക്കെ എവിടാ പഠിച്ചത്? ബംഗ്ലാദേശിലാണോ പഠിച്ചത്? ഈ ഹസീനയെ പോലെയുള്ളവർ ബംഗ്ലാദേശിലാണോ പഠിച്ചത്? അവരൊക്കെ ഉന്നത വിദ്യാഭ്യാസം നേടിയത് രാജ്യത്തിന് പുറത്തു പോയാണ്. അപ്പോൾ അങ്ങനെ ഈ അതിർത്തി നമ്മൾ തുറന്നിട്ടപ്പോൾ സംഭവിച്ചത് 1,00,000 കോടി രൂപയുടെ സമാന്തര ബിസിനസ്. എങ്ങനെ മുർഷിദാബാദ്, മാൾഡ, 24 പർഗാനസ് തുടങ്ങി ദിനാജ്പൂർ, ഇതിങ്ങനെയൊക്കെയുള്ള ജില്ലകൾ, ഈ 9 ജില്ലകൾ, ശരിയാണ്, വളരെ ശരിയാണ്. ഈ 9 ജില്ലകളിൽ 7 കേന്ദ്രങ്ങളുണ്ടായിരുന്നു. ഈ 7 കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ കച്ചവടം നടന്നിരുന്നത്. അതായത് ഈ ബംഗ്ലാദേശിന് അരി, ഗോതമ്പ് തുടങ്ങിയ ഭക്ഷ്യധാന്യങ്ങൾ വളരെ ആവശ്യമുണ്ട്. അത് ഇവിടുന്ന് രഹസ്യമായിട്ട് അങ്ങോട്ടേക്ക് കടത്തും. ഇതൊരു മാഫിയയാണ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും അരി, കുറച്ച് ഗോതമ്പ്, അങ്ങനെയല്ല. ആയിരക്കണക്കിന് കോടി രൂപയുടെ കച്ചവടമാണ് നടന്നിരുന്നത്. അതുപോലെ തന്നെ കാലിക്കടത്ത്. ഈ BSF ജവാന്മാരെ പോലും വല്ലതൊക്കെ ചില്ലറ കൊടുത്ത് അവരെ, ഇത് പണ്ട് പത്രങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട് ഈ കാലിക്കടത്തിനെ കുറിച്ച്. അതായത് ഇന്ത്യയിൽ ഗോവധം നിരോധിച്ചിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലും, അല്ലേ? അതുപോലെ ഈ കാലികളെ കൊല്ലുന്നത്, അതിനെ ഇപ്പോൾ ഇവർ പറയും പിന്നെ BJP MP-മാർക്ക് അറവുശാലകളുണ്ട്, മാംസം കയറ്റുമതി ചെയ്യുന്നു. നിങ്ങൾ BJP MP-മാരുടെ ഡീറ്റെയിൽസൊക്കെ പുറത്ത് വിട്, അങ്ങനെ ഉണ്ടെങ്കിൽ BJP MP-മാരെ പൂട്ടാമല്ലോ. ഇതതില്ല. പിന്നെ LK അദ്വാനിയുടെ മകള് വിവാഹം ചെയ്തിരിക്കുന്നത് ഒരു മുസ്ലിമിനെയാണ്. പിന്നെ ഇന്ന ആളുടെ മകള്, ഇയാൾക്ക് മകൾ പോലും ഉണ്ടാവില്ല ഈ നേതാവിന്. ഇങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ കഥകൾ പ്രചരിക്കുന്നത്. ഇവിടെ വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ ആയിരക്കണക്കിന് കോടി രൂപയുടെ ഭക്ഷ്യധാന്യങ്ങൾ, അവശ്യ വസ്തുക്കൾ, മരുന്നുകൾ ഒക്കെയാണ് ബംഗ്ലാദേശിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അവിടെ നിന്നും പണം ഇവർക്ക് ലഭിക്കുമായിരുന്നു. ഇനി രണ്ടാമത്തത് കാലിക്കടത്ത്. കാലിക്കടത്ത് ഇതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ കാലികളെ കൊല്ലാൻ പറ്റാത്തത് കൊണ്ട് ആട്ടിത്തെളിച്ച് ബംഗാളിൽ എത്തിക്കുകയും ബംഗാളിൽ നിന്ന് ഇത് ബംഗ്ലാദേശിലേക്ക് കടത്തുകയും അവിടെ ഇതിനെ കശാപ്പ് ചെയ്തിട്ട് മാംസം പിന്നെ വിൽക്കുകയോ കയറ്റുമതി ചെയ്യുകയോ. അവിടുത്തെ ഏറ്റവും വലിയ ഇതെന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തോല്, ഈ കാലികളുടെ ചർമ്മം ഉണ്ടല്ലോ, ആ തോല് ആണ് വലിയ രീതിയിൽ ചൈനയിലേക്ക് അടക്കം കയറ്റി അയച്ചുകൊണ്ടിരുന്നത്. ഇതൊരു വലിയ മാഫിയയാണ്, വലിയ ബിസിനസ്സാണത്. ആ കാലിക്കടത്തിൽ മാത്രം ഒരു വർഷം 25,000 കോടി രൂപയുടെ ബിസിനസ് നടന്നിരുന്നു. പിന്നെ അതുപോലെ സ്വർണം ബംഗ്ലാദേശിലേക്ക് എത്തിച്ചിട്ട്, നമുക്കറിയാം നേപ്പാളിൽ സ്വർണം വന്നിട്ട് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്, അല്ലേ? അതുപോലെ ബംഗ്ലാദേശിൽ സ്വർണം എത്തിച്ചിട്ട് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് കടത്തുന്നു. ഇത് ഇപ്പുറത്ത് വാങ്ങാൻ ആളുണ്ട്. അതുപോലെ വരുന്ന മറ്റൊരു വലിയ വിപത്താണ് മയക്കുമരുന്ന്. ഈ മയക്കുമരുന്ന് നമുക്കറിയാം,
ഈ അഫ്ഗാനിൽ നിന്നും ഇറാനിൽ നിന്നുമൊക്കെ പല രൂപത്തിൽ കടൽ മാർഗം ബംഗ്ലാദേശിൽ എത്തിച്ചിട്ട് ബംഗ്ലാദേശിൽ നിന്ന് അത് പശ്ചിമ ബംഗാളിലേക്ക് കൊണ്ടുവരുമായിരുന്നു, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യാൻ. ഇങ്ങനെ വലിയ രീതിയിൽ മയക്കുമരുന്നിൻ്റെ ബിസിനസ്സും നടന്നിരുന്നു. ഈ 4 ബിസിനസ്സുകളാണ് മെയിനായിട്ട് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ വന്നു കഴിഞ്ഞു. ഈ 4 മേഖലകൾക്ക് 4 തലങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന വൻ റാക്കറ്റിനെയാണ് സത്യത്തിൽ BJP സർക്കാർ, കേന്ദ്ര സർക്കാർ പൊളിച്ചു കളഞ്ഞത്. ഇപ്പോൾ BJPക്ക് അധികാരം കിട്ടിയതോടുകൂടി ഇതിൻ്റെ സമ്പൂർണ്ണമായ നാശം സംഭവിക്കുകയാണ്. അതുമാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മൂർഷിദാബാദ് ജില്ലയിൽ ഇമാം ബസാർ എന്ന് പറഞ്ഞൊരു ബസാറുണ്ട്. ഈ ഇമാം ബസാറിലാണ് ഇത് കളക്ട് ചെയ്യുന്നത്. ഈ അരി, ഗോതമ്പ്, മറ്റ് ധാന്യങ്ങൾ, അതുപോലെ തന്നെ കന്നുകാലികൾ, ഇത് വലിയ രീതിയിൽ, ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയ സംഖ്യയൊന്നുമല്ല, വലിയ രീതിയിൽ ഇത് കളക്ട് ചെയ്തിരുന്നത് ഇമാം ബസാറിലാണ്. അതൊരു വലിയ മാഫിയ, വലിയൊരു എന്താ പറയുക, ഈ ഒരു അനധികൃത ഒരു ക്രിമിനൽ ഗ്യാങ്ങാണ് ഇത് കൈകാര്യം ചെയ്തിരുന്നത്. അവിടെ പോലീസ് ചെല്ലില്ല, പട്ടാളം ചെല്ലില്ല, ഇവരോട് ആരും ചോദിക്കില്ല, റവന്യൂ ഉദ്യോഗസ്ഥർക്ക് അവിടെ ഒരു വിലയുമില്ല. അങ്ങനെ അഴിഞ്ഞാട്ടമായിരുന്നു. ഈ അഴിഞ്ഞാട്ടം തടയാനാണ് അത് BJP സർക്കാർ കേന്ദ്രത്തിൽ വന്നതോടുകൂടി ഇതിന് പലതിനും തടസ്സം വന്നു. BSFനെ വളരെ ആക്റ്റീവാക്കി. BSF കോൺഗ്രസിൻ്റെ കാലത്ത് BSFൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ വല്ലതും ചില്ലറയൊക്കെ വാങ്ങിക്കൊണ്ട് ഇതിന് പലതും കണ്ണടയ്ക്കുമായിരുന്നു. കാരണം സർക്കാർ തന്നെ ഈ ബംഗ്ലാദേശികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരികയും പോവുകയും ചെയ്യുന്നു, ആർക്കും കാരണം നമുക്ക് വേറെ അപകടമൊന്നുമില്ലല്ലോ അതിനകത്ത് എന്നൊരു മനോഭാവമായിരുന്നു. പക്ഷേ BJP സർക്കാർ മോദി വന്നതോടുകൂടി മോദി ഇതൊന്നും സമ്മതിക്കില്ല. മോദി ഇതിനൊന്നും അനുവാദം കൊടുത്തില്ല. മോദി പറഞ്ഞാൽ അതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇതാണ് മമതയെ ചൊടിപ്പിച്ചത്. കാരണം ഇതിൻ്റെ ഒരു വലിയ ഗുണഭോക്താവ് മുമ്പ് CPM ആയിരുന്നെങ്കിൽ അത് പിന്നീട് തൃണമൂൽ കോൺഗ്രസ്സായി മാറി. അങ്ങനെ തൃണമൂലിൻ്റെ ധാരാളം നേതാക്കൾ ലക്ഷക്കണക്കിനല്ല കോടികൾ സമ്പാദിച്ചു. ഈ പണം സമ്പാദിച്ച നേതാക്കളാണ് മമതയെ പിന്താങ്ങിയിരുന്നത്. മമത നോക്കുമ്പോൾ 2 മുറി വീട്ടിൽ താമസിക്കുന്നു, സ്വയം ആഹാരം പാചകം ചെയ്യുന്നു, കോട്ടൺ സാരി ഉടുക്കുന്നു, റബ്ബർ ചെരുപ്പിടുന്നു. പക്ഷേ മമതയുടെ പാർട്ടിയുടെ ആസ്തി എത്രയാണെന്ന് നമ്മൾ അന്വേഷിച്ചാൽ ഞെട്ടിപ്പോവും. അതിൻ്റെ കണക്കുകൾ ഇപ്പോൾ പുറത്തു വരും. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അഭിഷേക് ബാനർജിയുടെ നേതൃത്വത്തിൽ ഈ തൃണമൂൽ കോൺഗ്രസ് എത്ര സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെന്നുള്ള കണക്ക് വൈകാതെ പുറത്തു വരും. ഭരണം നഷ്ടമായതോടുകൂടി ഈ കണക്ക് പുറത്തു വരാതിരിക്കാനാണ് മമതയ്ക്ക് വേണ്ടി PR വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ MDയെയും ആ കമ്പനിയെയും റെയ്ഡ് ചെയ്യാനെത്തിയ ED ഉദ്യോഗസ്ഥരെ, ഐപാക് റെയ്ഡ് ചെയ്യാനെത്തിയ ED ഉദ്യോഗസ്ഥരെ തടഞ്ഞതും അവിടുന്ന് ഫയലുകൾ എടുത്തുകൊണ്ട് പോയതും ഈ കണക്ക് പുറത്തു വരാതിരിക്കാനാണ്. നമ്മൾ ഈ തമിഴ്നാട് പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു വലിയ മാഫിയയുടെ കയ്യിലാണ്. PR ഉൾപ്പെടെ ചെയ്യുന്നത് ആ മാഫിയയാണ്. ആ മാഫിയയുടെ ബുദ്ധിയിൽ വിരിയുന്ന, ആ ക്രിമിനൽ സംഘത്തിൻ്റെ ബുദ്ധിയിൽ വിരിയുന്ന കാര്യങ്ങളാണ് അവിടെ മമത നടപ്പാക്കിക്കൊണ്ടിരുന്നത്. മയക്കുമരുന്ന്, സ്വർണം, അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് ധാന്യങ്ങൾ, കന്നുകാലികൾ, ഇത് പൊളിഞ്ഞു പോയി. ഇപ്പോൾ BJP സർക്കാർ വന്നോടുകൂടി ഇത് പൊളിക്കാൻ തുടങ്ങി. ഒരറ്റത്തൊന്ന് പൊളിച്ചടുക്കി വേലി കെട്ടി തുടങ്ങി. അങ്ങനെയാണ് അവസാനം 600 കിലോമീറ്റർ ദൂരം എന്തു വന്നാലും വേലി കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന അതിശക്തമായ പിന്തിരിപ്പൻ നിലപാടുമായിട്ട് മമത അടിയുറച്ചു നിന്നത്. അതിനാണിപ്പോൾ വലിയ തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. അതായത് കേവലം രാഷ്ട്രീയമായ ഏറ്റുമുട്ടലല്ല. നമുക്ക് BJPയോട് രാഷ്ട്രീയമായി ഏറ്റുമുട്ടുന്നവരെ നമുക്ക് മനസ്സിലാക്കാം. 2 രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം ജനങ്ങളുടെ സമ്മതിദാനം കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റുമുട്ടുന്നു, ജനങ്ങളുടെ പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയമായി ഏറ്റുമുട്ടുന്നു. അത് കൊണ്ടും കൊടുത്തും വാക്കുകൾ കൊണ്ട് ശകാരിക്കുകയും ആക്ഷേപിക്കുകയും ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്ത് രാഷ്ട്രീയം മുന്നോട്ട് പോകും. പക്ഷേ ഇത് ആ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ഹിഡൻ അജണ്ട വെച്ച് മമത പെരുമാറുകയായിരുന്നു. ആ ഹിഡൻ അജണ്ടയാണ് ഇപ്പോൾ പൊളിഞ്ഞു പോയത്. സുവേന്ദു അധികാരിയുടെ ഒരൊറ്റ ഉത്തരവിലൂടെ, ആ ഒരൊറ്റ ഒപ്പിലൂടെ മുഖ്യമന്ത്രിയുടെ ആ ഒരു വലിയ സമാന്തര സമ്പദ്ഘടന, ഒരു വർഷം 1 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് നടത്തിയിരുന്ന ഒരു സമാന്തര സമ്പദ്ഘടന ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ പൊളിഞ്ഞു പാളീസായി പോയി എന്നുള്ളതാണ് സത്യം. അതാണ് മമതയെ ഇത്രയും കോപാകുലയാക്കിയത്.
മമതയെ ഇത്രയും എക്സെൻട്രിക് ആക്കിയത്, മമതയുടെ ബുദ്ധി അവിടെ ഭ്രമം സംഭവിച്ചത് ഇതുകൊണ്ടാണ്. മമത അതെ മമത വട്ടളകി ഭ്രാന്തളകി, മമത ഈ പിച്ചും പേയും പറയുകയും എല്ലാം തകർന്നുപോയി. കെട്ടിപ്പൊക്കിക്കൊണ്ട് വന്ന സമാന്തര സമ്പദ് വ്യവസ്ഥ ഒരു കാലത്ത് CPM ചെയ്തിരുന്നത് പിന്നീട് മമത സ്വന്തമാക്കുകയും അതിലൂടെ വലിയ നേട്ടങ്ങൾ പാർട്ടിക്ക് ഉണ്ടാക്കുകയും ചെയ്ത മമത ഈ ഒരു കാര്യം വന്നപ്പോഴാണ് തകർന്നു പോയത്. അതാണ് BJPക്കെതിരെ ഹാലിളകി മമത രംഗത്ത് വന്നത്. നോക്കൂ, 2011 അവിടെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ മമത സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഈശ്വരനാമത്തിലാണ്. 2016 എത്തിയപ്പോൾ അത് ഈശ്വരൻ്റെയും അള്ളാഹുവിൻ്റെയും നാമത്തിലാണ്. നോക്കൂ എത്ര വേഗത്തിലാണ് മമതയ്ക്ക് മാറ്റം ഉണ്ടായത്. ഇതിന് വളരെ കൃത്യമായിട്ട് ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ, അവരുടെ നിർലോഭമായ സഹകരണം, അതുകൊണ്ടല്ലേ മമതയോട് 1,70,00,000 മുസ്ലിങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് കേന്ദ്ര സർക്കാരിനെതിരെ കലാപം നടത്തൂ, പശ്ചിമ ബംഗാളിനെ നമുക്ക് മോചിപ്പിച്ച് ഒരു പുതിയ രാജ്യമുണ്ടാക്കാം എന്നൊരു ഇമാം തന്നെ ബംഗ്ലാദേശിൽ നിന്ന് വിളിച്ചു കൂവിയത്. നോക്കൂ, ഏറ്റവും ഒടുവിൽ ആനന്ദ് രംഗനാഥനെ പോലെയുള്ളവരുടെ എഴുത്തുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ ആനന്ദ് രംഗനാഥനെ പോലെയുള്ള ദേശസ്നേഹികൾ എഴുതുന്നത്, പശ്ചിമ ബംഗാളിനെ ഇന്ത്യയിൽ നിന്ന് അടർത്തിയെടുത്ത് ഈ ചിക്കൻ നെക്കുണ്ടല്ലോ അതും മുറിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെയും ബംഗ്ലാദേശിനൊപ്പം ചേർത്തുകൊണ്ട് ഒരു പുതിയ രാജ്യം, ആ രാജ്യം അവിടെ സ്ഥാപിക്കാനായിരുന്നു, ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് മമതയെ വാഴിക്കാനായിരുന്നു നീക്കം. ആരൊക്കെയാണ് പുറകിൽ? അമേരിക്ക, ബംഗ്ലാദേശ് മാത്രമല്ല, അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റ്, അതുപോലെ ചൈനയുടെ ഡീപ്പ് സ്റ്റേറ്റ്, ഇവരൊക്കെ പുറകിലുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരു പ്രശ്നം പറ്റി. അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റിന് ഇതൊരു ക്രിസ്ത്യൻ മതരാഷ്ട്രമാക്കണമായിരുന്നു, ബംഗ്ലാദേശിന് ഇതൊരു ഇസ്ലാമിക മതരാഷ്ട്രമാക്കണമായിരുന്നു, ചൈനയ്ക്ക് ഇതൊന്നുമല്ല, തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ മതത്തിനാണ് പ്രാമുഖ്യം കൂടുതൽ, ബംഗ്ലാദേശിൽ മുസ്ലിം മതത്തിനാണ് പ്രാധാന്യം കൂടുതൽ, അല്ലെങ്കിൽ അതൊരു മുസ്ലിം മതരാഷ്ട്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴാണത് അങ്ങനെ ആയത്. മുഹമ്മദ് യൂനസ് വന്നപ്പോഴാണ് ഭരണഘടനയൊക്കെ മാറ്റി അതൊരു ശരിക്കും ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി മാറിയത്. ഇപ്പുറത്ത് പശ്ചിമ ബംഗാൾ മുസ്ലിങ്ങളുണ്ടെങ്കിലും ക്രിസ്ത്യാനികളുണ്ടെങ്കിലും അതൊരു ഹിന്ദു ഭൂരിപക്ഷ സംസ്ഥാനമായിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം, അവിടെ മതപരമായ ഒരു വ്യത്യാസം അവിടെ നിലനിന്നത് കൊണ്ടാണ് ഈ ഡീപ്പ് സ്റ്റേറ്റുകളുടെ പരിപാടി അവിടെ നടക്കാതെ പോയത്. മറിച്ച് വലിയ രീതിയിൽ ഈ പറഞ്ഞതുപോലെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി കേന്ദ്രീകരിച്ച് ഈ 600 കിലോമീറ്റർ ഫെൻസിങ് ചെയ്യാത്ത 9 ജില്ലകളിലായിട്ടുള്ള 7 കേന്ദ്രങ്ങൾ, 7 കച്ചവട കേന്ദ്രങ്ങൾ, അവിടെ അതിനെ അറിയപ്പെടുന്നത് തന്നെ കളക്ഷൻ സെൻറ്റേഴ്സ് എന്നാണ്. അതായത് അവിടേക്ക് ഈ ധാന്യങ്ങളും മറ്റും കൊണ്ടുവരുന്നു, അരി ഗോതമ്പൊക്കെ കൊണ്ടുവരുന്നു, അതവിടെ നിന്ന് ബംഗ്ലാദേശിലേക്ക് പോകുന്നു. കാലികളെ അവിടെ എത്തിക്കുന്നു, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതിന് ഏജൻറ്റുമാരുണ്ട്, അവരാ കാലികളെ വാങ്ങി ചെറിയ വിലയൊക്കെ കൊടുത്ത് വാങ്ങിയിട്ട് ഇവിടെ എത്തിക്കുന്നു. ഇവിടെ നിന്നത് ബംഗ്ലാദേശിലേക്ക് കടത്തുന്നു. ബംഗ്ലാദേശിലാണത് പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ മാംസം വേറെ തോല് വേറെയൊക്കെ ആക്കിയിട്ട് അത് അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത്. വലിയ കച്ചവടമാണത്. അതുപോലെ തന്നെ തിരിച്ചവിടുന്ന് സ്വർണം ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു, മയക്കുമരുന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു, വിവിധ സംസ്ഥാനങ്ങളിൽ അതൊക്കെ വിതരണം ചെയ്യുന്നു, ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നു. ഇങ്ങനെ ഒരു വലിയ മാഫിയ പ്രവർത്തനം ഇതിനകത്തൊക്കെ പാകിസ്ഥാൻ്റെ ചാരസംഘടനയായ ISI ഉൾപ്പെടെയുള്ളവർക്ക് ബന്ധമുണ്ട് എന്നാണ് പലരും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ പൊളിഞ്ഞു പോയിരിക്കുന്നത്. അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റിനും ചൈനയുടെ ഡീപ്പ് സ്റ്റേറ്റിനും ബംഗ്ലാദേശിനും ഈ സമാന്തര സമ്പദ്ഘടന വളർത്തിക്കൊണ്ടുവന്ന ആ മാഫിയയ്ക്കും ഒക്കെ കനത്ത തിരിച്ചടി ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. സുവേന്ദു അധികാരി 1 മുതൽ തുടങ്ങിയിരിക്കുകയാണ്. വളരെ കൃത്യമായിട്ട് ഈ 600 കിലോമീറ്റർ കൂടെ താങ്കൾ പറഞ്ഞതുപോലെ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ 45 ദിവസത്തെ സമയമാണ് കൊടുത്തിരിക്കുന്നത്, 1.5 മാസം. അതെ, കൈമാറി ഫെൻസിങ് ഒക്കെ പൂർത്തിയാക്കി എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അത് വലിയ ഈ ക്രിമിനൽ സംഘത്തിന്, ഈ മമത അടങ്ങുന്ന രാഷ്ട്രീയക്കാർ നേതൃത്വം കൊടുക്കുന്ന ക്രിമിനൽ സംഘത്തിന് വലിയ തിരിച്ചടിയായിട്ട് അത് മാറുമെന്ന് തീർച്ചയാണ്.
ഒരു സംശയവുമില്ല. BJP സർക്കാർ, കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ രാഷ്ട്രത്തിനോട് പ്രതിബദ്ധതയുള്ള, രാഷ്ട്ര സുരക്ഷയോട് പ്രതിബദ്ധതയുള്ള ഒരു സർക്കാരാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു. നമുക്കെല്ലാവർക്കും വലിയ അത്ഭുതം തോന്നി. ഞാൻ പലപ്പോഴും ചിന്തിച്ചു, എന്തുകൊണ്ടാണ് മമതയും കേന്ദ്ര സർക്കാരും ഇങ്ങനെ കീരിയും പാമ്പും പോലെ ഏറ്റുമുട്ടുന്നത്? വെറും ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടലല്ലോ എന്ന് നമുക്ക് അന്നേ തോന്നിയിരുന്നു പലപ്പോഴും. അത് ഇപ്പോൾ ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നതോടുകൂടി അതിൻ്റെ കാരണം നമുക്ക് മനസ്സിലായിരിക്കുന്നു. മമത വെറും മമതയല്ല, വെറും ദീദിയല്ല, രാജ്യദ്രോഹത്തിന് പേര് കേട്ട ഒരു മുഖ്യമന്ത്രിയായിരുന്നു മമത എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തും. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ.